എന്തു പറ്റി മാഡം? സുനില്, ഐ എം വെരി സോറി. എനിക്ക് മാപ്പ് തരണം. മാഡം എന്ത് കോപ്പാണിത്? മാഡത്തിന് ഇത് എന്താ പറ്റിയേ? ഞാൻ നിന്നോട് തന്നെയാ പറഞ്ഞത്. നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയില്ല. അന്ന് ഞാൻ നിന്നെ മരപ്പട്ടിന്ന് വിളിച്ച് കളിയാക്കിയില്ലേ? ഓർമ്മയുണ്ട്. അതിന് നീ എനിക്ക് അതിന് മാപ്പ് തരണം. കാരണം ഇനി അതിന് സമയം ബാക്കിയില്ലല്ലോ. അതെന്താ സമയമില്ലാത്തത്? മാഡം എന്താ ചാവാൻ പോവാ? ഞാൻ മാത്രമാണെങ്കിൽ സാരില്ലായിരുന്നു. പിന്നാരൊക്കെയാ? നമ്മളെല്ലാവരും. സത്യം പറ മാഡം, മാഡം ഈ കോഫി ഷോപ്പ് വല്ല ബോംബ് വെച്ച് തകർക്കാൻ പോണ? വിവരില്ലാത്തവനാണെങ്കിലും നീ എന്നോട് വെറുപ്പ് മനസ്സിൽ വെക്കരുത്. സ്വീറ്റ് കഴിക്ക്. താങ്ക് യു മാഡം. നീ വരുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്താലേ റോഷൻ ബില്ല് നോക്കുമ്പോ എന്നെ ഓടിക്കും. അതിന് ഗ്രേസ് അന്യൊന്നുമല്ലല്ലോ. അത് നിനക്ക്. എനിക്ക് അവൾ അന്നെ തന്നെയാ. ഇതെവിടെന്നാ കേക്കൊക്കെ? കർത്താവേ, എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. നീ എപ്പോഴാ കലോറിയായിട്ട് കമ്പനി ആയത്? എന്താണ് പറ? എന്തു പറ്റി? ടോണി, സാറ, നിങ്ങളോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. ഇതാണ് പ്രശ്നം. വന്നപ്പോ പോലെ തുടങ്ങിയതാ. മാപ്പ് പറയണം. ഉടനെ നിങ്ങളോടും മാപ്പ് ചോദിക്കും. പക്ഷെ എന്താ പ്രശ്നം ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് നീ മാപ്പ് കൊടുത്തോ? പിന്നെ കൊടുക്കാതെ ആ, പകരം കിടലം കേക്കല്ലേ കിട്ടിയത്. എന്നാ ഞാൻ അങ്ങനെ മാപ്പ് കൊടുക്കാൻ തയ്യാറില്ല. കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ മാപ്പ് കൊടുക്കും. അത് കറക്റ്റാ. പാറു, നീ ആദ്യം കാര്യം പറ. നീ കരച്ചിൽ നിർത്ത്. പറ, നിങ്ങൾ എനിക്ക് മാപ്പ് തരുമോ? കർത്താവേ, ഇനി ആനന്ദിനെ ഇവിടെ വല്ല ചെറുക്കി അടിച്ച് കൊന്നോ? അതോ സാജനയോ? പറടി, എന്താ കാര്യം? നിങ്ങൾ എനിക്ക് മാപ്പ് തന്നൂന്ന് പറ. നീ ആദ്യം കാര്യം പറ. ചേച്ചി അന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നെ പോടാന്ന് വിളിച്ചത് എനിക്കിപ്പോഴും ഓർമ്മ വന്നത്. അതിനും കൂടി തന്നേക്ക്, ഞാൻ ക്ഷമിച്ചേക്കാം. എക്സ്ട്രാ കേക്ക് വേണം. അത് നീ ഡിസേർവ് ചെയ്യുന്നതാ. അത് നീ ക്ഷമിക്കണ്ട. മാഡം, ഇത് മോശമായി പോയി. ടേബിൾ നമ്പർ 1 കസ്റ്റമർ ഉണ്ട്. പോ. ഇത് ചേച്ചിയുടെ സ്ഥിരം പണിയാ. ഞാൻ പോകുന്നില്ല. ഏത് നിനക്ക് കേക്കല്ല വേണ്ട? എന്നാ കൊണ്ടുപോ. അത് വേറെ ആൾക്ക് കൊടുക്കാനുള്ളതാ. ഒരു കലാകാരന് ആദ്യം വേണ്ടത് ക്ഷമയാണ്, പിന്നെ ഏകാഗ്രതയും. ഭാഗ്യം, ഇത് രണ്ടും എന്റെ അടുത്തുണ്ട്. എന്നാലും എന്റെ അത്രയും വരില്ലല്ലോ അല്ലേ? അത്രയും വരില്ല. എങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്ക്. ഏകാഗ്രത എന്താണെന്ന് ആനന്ദിന് ഞാൻ കാണിച്ചു തരാം. ആനന്ദിന് എന്ത് ഗോഷ്ടി വേണമെങ്കിലും കാണിക്കാം. പക്ഷേ ഞാൻ ചിരിക്കില്ല. കൊള്ളാലോ. നോക്കട്ടെ സാർ, നോക്കട്ടെ. ആക്ഷൻ. ഞാൻ തോറ്റു സാർ. ഏകറുണ്ട്. എങ്ങനെ ഉണ്ടാവാൻ? സാറിപ്പ ചിരിച്ചില്ലേ? അല്ല, അത് നീ തോൽവി സമ്മതിച്ചിട്ടല്ലേ? ആര് സമ്മതിച്ചു? ഞാനൊരു നമ്പർ ഇട്ടല്ലേ. ഇത് ഞാൻ തന്നെ ചിരിച്ചാണ്, അല്ലാതെ നിന്റെ വിക്രൽ കണ്ടിട്ടല്ല. ഞാൻ കാരണം തന്നെയാ സാറിപ്പ ചിരിച്ചേ. ഞാനിപ്പോ ഈ ഓഫീസിലില്ലായിരുന്നെങ്കിൽ സാറ് തന്നെ എങ്ങനെ ചിരിക്കോ? അതില്ല. അപ്പൊ ഞാനുള്ളോണ്ടല്ലേ. അപ്പൊ നീ ആള് കൊള്ളാലോടാ. ഞാനൊരു സംഭവമാ സാറേ. നീയല്ല, നിന്റെ നാക്കാണ് സംഭവം കേട്ടാ. ആനന്ദിന് സിനിമയെ കുറിച്ചുള്ള കുറച്ച് ബുക്സ് തന്നാ വായിക്കൂ. ഞാൻ വായിക്കാറുണ്ട് സാർ. ആഹാ, പത്മരാജൻ കഥകളോ അതോ ഈ പുതിയ തിരക്കഥ? അല്ല സാർ, ഞാൻ സിനിമാ മംഗളം, ചിത്രഭൂമി. ഇനി അങ്ങോട്ട് എനിക്കറിയാം. എടോ, ഞാൻ പറഞ്ഞത് സിനിമയെ പഠനാസ്പദമാക്കി ഇറക്കിയ പുസ്തകങ്ങളെ കുറിച്ചാ. അയ്യോ, വായിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ ഒരു അവസരം ലഭിച്ചിട്ടില്ല. കിട്ടിയാ ഞാൻ വായിക്കും. അവസരങ്ങൾ ആനന്ദിന് ഞാൻ തരും, പക്ഷെ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കേണ്ടതാണ് തന്റെ വിജയം. അവസരങ്ങൾ വിനിയോഗിക്കാൻ ഞാൻ മിടുക്കനാ സാർ. ആഹാ, ഓർക്കൂട്ടിലൊരു ചെറിയ ബന്ധം വിനിയോഗിച്ച കൊച്ചിയിൽ ഞാൻ പിടിച്ചു. പക്ഷെ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവസരങ്ങളെ താൻ ഇരട്ട് 16 ആക്കി വിനിയോഗിക്കേണ്ടി വരും.
കാരണം ഇത് സിനിമയാ, മലയാള സിനിമ, അത് മറക്കരുത്.